നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വനിതാ ഡോക്ടറെ താമസ സ്ഥലമായ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രി സർജിക്കൽ ഐസിയുവിലെ അനസ്തെറ്റിസ്റ്റ് ആണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കോട്ടയം അരുവിത്തുറ സ്വദേശി മീനാക്ഷി വിജയകുമാർ 35 വയസ്സായിരുന്നു. ഇവരെയാണ് ഇപ്പോൾ താമസ സ്ഥലമായ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 വർഷമായി ഇവർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. മാറമ്പിള്ളി കുന്നുവഴിയിലെ ഫ്ളാറ്റിലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഫ്ളാറ്റിൽ വെച്ച് തന്നെയാണ് ഇവിടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. രാവിലെ ഡോക്ടറെ കാണാതാകുന്നു, അതായത് ആശുപത്രിയിലേക്ക് എത്തുന്നില്ല. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് അധികൃതർ ഫോൺ വിളിക്കുന്നു, പക്ഷേ ഫോൺ ഡോക്ടർ എടുത്തില്ല. തുടർന്ന് ഫ്ളാറ്റിലെ താമസക്കാർ ഈ ഒരു വിവരം അറിഞ്ഞ്, അതായത് ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നു. ഫ്ളാറ്റിലെ താമസക്കാർ അത് വാതിൽ തുറക്കാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഡോക്ടറെ കണ്ടെത്താൻ അല്ലെങ്കിൽ എന്തു പറ്റിയെന്ന് അറിയാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്നു. ഒടുവിൽ വാതിൽ പൊളിച്ച് അകത്ത് കിടക്കാമെന്ന തീരുമാനത്തിലേക്ക് താമസക്കാർ അടക്കമുള്ളവർ എത്തുകയായിരുന്നു. അങ്ങനെ വാതിൽ പൊളിച്ച് അകത്ത് കയറി. അപ്പോഴാണ് കിടപ്പുമുറിയിൽ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന കാഴ്ചയായിരുന്നു. ചുറ്റുമുള്ളവർക്ക് എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമായിരുന്നു. ആത്മഹത്യയാണ് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹം. എന്തായാലും ഡോക്ടർക്ക് എന്താണ് സംഭവിച്ചത്, ഈ മരിച്ച നിലയിൽ കണ്ടെത്താനുള്ള കാരണം എന്താണ്, ആത്മഹത്യയായിരുന്നോ, ആത്മഹത്യയാണെങ്കിൽ അതിനുള്ള കാരണം എന്താണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. വ്യക്തമായ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനാവുകയുള്ളൂ. അന്വേഷണ സംഘം അന്വേഷണം ശക്തി പ്രാപിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന സെബാസ്റ്റ്യൻ ശവക്കോട്ടയിൽ ഒളിപ്പിച്ച ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ശ്രമങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ബിന്ദു പത്മനാഭനെ ഈ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി എന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ച് വളരെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. സെബാസ്റ്റ്യന്റെ മുൻ സുഹൃത്ത് കടക്കക്കരപ്പള്ളി സ്വദേശി ശശികലയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ക്രൈംബ്രാഞ്ച് സംഘം ശശികലയുടെ മൊഴിയെടുത്തു. ശശികലയും ഒരു സ്ഥലക്കച്ചവടക്കാരനുമായുള്ള ഫോൺ സംഭാഷണം, അതിനിടെയാണ് കൊലപാതകം സംബന്ധിച്ച പരാമർശം വന്നത്. ഇതിൽ പരാമർശിക്കപ്പെടുന്നവരെ ചോദ്യം ചെയ്യുമെന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലി പറഞ്ഞിരുന്നു. ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങണമെന്ന് ഉടനെ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിന്ദു ജീവിച്ചിരിപ്പില്ലെന്നും അവരെ നേരത്തെ തന്നെ നല്ല ആൺപിള്ളർ കൊന്നുകളഞ്ഞുവെന്നുമായിരുന്നു സെബാസ്റ്റ്യന്റെ ഒരു സുഹൃത്ത് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ശശികല ആരോപിച്ചു. ബിന്ദുവിന്റെ തിരോധാനം വലിയ വാർത്തയായപ്പോഴായിരുന്നു ഈ സംഭാഷണം ഉണ്ടായത്. സെബാസ്റ്റ്യനെ മറ്റൊരു സുഹൃത്തുമായുള്ള ഫോൺ സംഭാഷണമാണ് രേഖയായി നൽകിയത്. വസ്തു ഇടനിലക്കാരനായ ഇയാൾക്കും ബിന്ദുവുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന വിവരം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ബിന്ദുവിനെ കൊന്നുകളഞ്ഞു എന്ന് തന്നോട് പറഞ്ഞ വ്യക്തി, ആ വ്യക്തിയും സെബാസ്റ്റ്യനും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്ന ഒരു ആരോപണവുമായി ശശികല എന്ന വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട്. ഫോൺ സംഭാഷണത്തിലും ആ വിവരമാണുള്ളത്. പള്ളിപ്പുറത്തെ വീട്ടിലെ കുളിമുറിയിൽ ഈ വെച്ച് തലക്കടിച്ചു ബിന്ദുവിനെ കൊലപ്പെടുത്തി കാണുമെന്നാണ് ശശികല പറയുന്നത്. സെബാസ്റ്റ്യനും ഈ 2 സുഹൃത്തുക്കൾക്കുമെതിരെ താൻ 3 വർഷം മുമ്പ് വിവരങ്ങൾ നൽകി, പക്ഷേ പോലീസും ക്രൈംബ്രാഞ്ചും കാര്യമായി അന്വേഷിച്ചില്ല എന്ന ആരോപണം ശശികല ഉന്നയിക്കുന്നുണ്ട്. ബിന്ദു പത്മനാഭന് എന്ത് സംഭവിച്ചെന്ന് ഇവർക്കും അറിയാം. ഇവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നെങ്കിൽ കേസ് തെളിയുമായിരുന്നു. പക്ഷേ താൻ നൽകിയ തെളിവ്, ഫോൺ സംഭാഷണ രേഖ കാര്യമായി പരിശോധിച്ചില്ലെന്നും ക്രൈംബ്രാഞ്ച് വിളിച്ചപ്പോൾ ആലപ്പുഴയിലെത്തി മൊഴി നൽകിയിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ ശശികലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതും വളരെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും അയൽവാസിയായ ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തിയതാണ് എന്നാണ് കടക്കരപ്പള്ളി സ്വദേശിനി ശശികല വെളിപ്പെടുത്തിയത്. കൊലപാതകം നടന്നത് എന്നാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും സ്ഥല ഇടപാടുകൾ നടത്തുന്ന സോഡാ പൊന്നപ്പൻ എന്ന പൊന്നപ്പനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായതെന്നുമായിരുന്നു ശശികലയുടെ പ്രതികരണം. പൊന്നപ്പനുമായി നടത്തിയ ഫോൺ സംഭാഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നും ശശികല വെളിപ്പെടുത്തിയിരുന്നു. തന്റെ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സോഡാ പൊന്നപ്പനെ കാണുന്നതെന്നായിരുന്നു ശശികല പറഞ്ഞത്. പൊന്നപ്പനും സുമേഷ് എന്നയാളും തന്നെ വന്ന് കണ്ടു. 31 ലക്ഷത്തിന് കച്ചവടം ഉറപ്പിച്ചതാണ്. അവർ 1000 രൂപ ടോക്കൺ നൽകി. കാര്യങ്ങൾ ഉറപ്പിച്ച ശേഷം അവർ പോയി. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞു, ഒരു വിവരവും ഉണ്ടായില്ല. തുടർന്ന് പൊന്നപ്പനെ താൻ അങ്ങോട്ട് വിളിച്ചു. സുമേഷ് ചെന്നൈയിലാണെന്നും വന്ന ശേഷം പ്രമാണം ഉറപ്പിക്കാമെന്നും പറഞ്ഞു. അതിന് 1 ആഴ്ച കഴിഞ്ഞും ഒരു വിവരവും ഉണ്ടായില്ല. വീണ്ടും പൊന്നപ്പനെ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. തന്റെ അയൽവാസിയായ ഫ്രാങ്ക്ലിൻ വിഷയത്തിൽ ഇടപെട്ടോ എന്ന സംശയം തനിക്കുണ്ടായിരുന്നു. ഇക്കാര്യം പൊന്നപ്പനോട് ചോദിച്ചു. എന്നാൽ അങ്ങനെ ഒരു ഇടപെടൽ ഇല്ല എന്നായിരുന്നു പൊന്നപ്പന്റെ പ്രതികരണം.
വിശദീകരണം. തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്നും പറഞ്ഞു. ഒരു വണ്ടിയുമായി വരാമെന്നും സുമേഷിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ തീർപ്പാക്കി പണവുമായി വരാമെന്നും പൊന്നപ്പൻ പറഞ്ഞു. എന്നാൽ അതിൽ തനിക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് പോയി പണം വാങ്ങേണ്ട കാര്യമില്ലെന്ന് താൻ ഉറപ്പിച്ചു പറഞ്ഞുവെന്നും ശശികല വ്യക്തമാക്കി. ഇതിനുശേഷം പൊന്നപ്പനെ താൻ വീണ്ടും വിളിച്ചുവെന്നും ശശികല വെളിപ്പെടുത്തി. അപ്പോഴാണ് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തിയ കാര്യം അയാൾ പറഞ്ഞത്. താൻ അങ്ങോട്ടൊന്നും ചോദിച്ചതായി ആയിരുന്നില്ല. അയാൾ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുകയായിരുന്നു. സംശയം തോന്നി താൻ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. പള്ളിപ്പുറത്തെ വീട്ടിലെ ശുചിമുറിയിലിട്ട് സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന് ബിന്ദുവിനെ കൊന്നുവെന്നാണ് പൊന്നപ്പൻ പറഞ്ഞതെന്നും ശശികല പറഞ്ഞു. സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ഒപ്പം വരുന്ന ബിന്ദു മദ്യപിച്ചിരുന്നതായും അയാൾ പറഞ്ഞു. 2021 പൊന്നപ്പൻ ഇക്കാര്യങ്ങൾ തന്നോട് പറയുന്നത്. അതിനുശേഷം താൻ ആരോടും ഇത് പറഞ്ഞില്ല. മകളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഇത് പോലീസിൽ അറിയിക്കണമെന്ന് തോന്നി. സഹോദരൻ വഴി വോയിസ് ക്ലിപ്പ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നുവെന്നും ശശികല കൂട്ടിച്ചേർത്തു. അതേസമയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമയെ ദുരൂഹമായി കാണാതായ കേസിൽ കൊലക്കുറ്റത്തിന് റിമാൻഡിലുള്ള പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന് കുരുക്ക് മുറുകുകയാണ്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ പലയിടങ്ങളായി കണ്ടെത്തിയ രക്തക്കറകൾ ജൈനമ്മയുടേതാണെന്ന ആദ്യ DNA ഫലം അന്വേഷണ സംഘത്തിന് വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുന്നു. ജൈനമ്മയുടെ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും ഇവർ അവസാനമായി സെബാസ്റ്റ്യനൊപ്പമായിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഇത് രണ്ടും കേസിൽ നിർണായകമാണ്. ജൈനമ്മയുടെ സ്വർണം പണയം വെച്ചതും വാച്ചിന്റെയും പേഴ്സിന്റെയും ഭാഗങ്ങൾ കണ്ടെത്തിയതും കേസിൽ നിർണായകമാകും. ഏതാനും സാക്ഷിമൊഴികളും ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട്. ജൈനമ്മ കൊല്ലപ്പെട്ടെന്ന നിഗമനത്തിൽ എത്തുമ്പോഴും മൃതദേഹം കണ്ടെത്താനാകാത്തതും ചോദ്യം ചെയ്യലുകളിൽ സെബാസ്റ്റ്യൻ എല്ലാം നിഷേധിക്കുന്നതും വെല്ലുവിളിയായിരുന്നു. ജൂലൈ 28 അറസ്റ്റ് ചെയ്ത് 29 മുതൽ റിമാൻഡിലായ സെബാസ്റ്റ്യനെ 14 ദിവസം കസ്റ്റഡിയിൽ തെളിവെടുപ്പിനായി കിട്ടിയ സാഹചര്യത്തിൽ വീണ്ടും കസ്റ്റഡിയിൽ കിട്ടാൻ നിയമ തടസ്സമുണ്ട്. അതിനാൽ പ്രതിയുടെ വീട്ടുവളപ്പിൽ നിന്ന് കിട്ടിയ ശരീരാവശിഷ്ടങ്ങളിൽ നടത്തിയ DNA ഫലം എത്തിയ ശേഷം മറ്റു മാർഗങ്ങളിലൂടെ കസ്റ്റഡി സാധ്യത നേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ 26 തീയതി വരെയാണ് ഇയാളുടെ റിമാൻഡ് കാലാവധി. ഇതുവരെ പ്രതിക്കായി ജാമ്യാപേക്ഷകളൊന്നും കേസ് പരിഗണിക്കുന്ന ഏറ്റുമാനൂർ കോടതിയിൽ നൽകിയിട്ടില്ല. വീട്ടിൽ നിന്ന് ജൈനമ്മയുടെ രക്തക്കറകളും കണ്ട സാഹചര്യത്തിൽ ഉടനടി ജാമ്യം കിട്ടാനുള്ള സാധ്യതയും വിരളമാണെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. 2024 ഡിസംബർ 23 മുതൽ ജൈനമ്മയെ ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായി എന്നാണ് പരാതി. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ സെബാസ്റ്റ്യനെതിരെ സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.